ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഡബ്സി തിരൂർ വരുന്നുണ്ട്. അപ്പോൾ ഡബ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആഗ്രഹിച്ച ഒരാളായിരുന്നു ഡബ്സി, വേടൻ ഇവരൊക്കെ കാണാമെന്നുള്ളത്. അങ്ങനെ ഡബ്സിനെ കാണാനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പോയി കണ്ടിട്ട് വരാമെന്നൊക്കെ. അങ്ങനെ അതിനുള്ള ധൃതി പിടിച്ച് മാറ്റലാണ് കേട്ടോ. കാരണം നമുക്ക് അവിടെ പോയി മുന്നിൽ സീറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകണം. കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിലൊക്കെ പോയി. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ബാങ്കിൽ. പിന്നെ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. 10 മിനിറ്റ് അല്ല, 15 മിനിറ്റോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതാ ഞാനും അമ്മയും കൂടെ കോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, അവിടെ ആൾ ഒഴിയുന്നത് വരെ നിൽക്കണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാങ്കിൽ എപ്പോൾ പോയാലും എന്താ പറയുക, നമുക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു അങ്കിളാണ് ഈ ഇരിക്കുന്നത്. ഇന്ന് ലഹരി വിരുദ്ധ ജാഥയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡബ്സി വരുന്നത്. അപ്പോൾ ഡബ്സി മാത്രമല്ല, നമ്മുടെ കായിക വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, എം.എൻ. വിജയൻ ഉണ്ടായിരുന്നു, ഡയറക്ടർ ലാൽ ജോസഫ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു പ്രോഗ്രാം വോയിസ് ആയിട്ട് തുടങ്ങി. നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി അവരിങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് കുറച്ച് ഡാൻസ് പെർഫോമൻസ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് ഡബ്സിയുടെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഡബ്സിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടാലോ. എന്തെല്ലാം വർത്താനോ, സുഖല്ലേ? എന്താ പേക്കാണ് മലബാർ. ഒരുപാട് നന്ദിക്ക് പറയാനും ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ പറയണേൽക്കല്ലേ നമുക്ക് പാട്ടേക്ക് കിടക്കാം. ഇതിന്റെ നാടാണ്. നിങ്ങളെല്ലാവരും, നിങ്ങളെ തിരക്കാരും നിങ്ങളെ വീട്ടിലുള്ളവരൊക്കെ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കണമെന്നുള്ള വ്യക്തമായ ധാരണാബോധം കിട്ടും. അരിമുല്ലക്കണക്കിന് കഥയാണ് പറയാനേറുണ്ട്. അല്ലെങ്കിൽ ജിന്നോട് പറ പാടം കിട്ടി